നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നാരായണീയത്തിലെ വിരാട് പുരുഷോൽപത്തി എന്ന 5-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. ഇവിടെ വൃത്തം ശാർദൂല വിക്രീഡിതമാകുന്നു. വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തിയാണ് ഈ ദശകത്തിൽ സവിസ്തര വർണ്ണിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു, 3-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതൗ ഈക്ഷാം ശിശ്രഷാത്മികാം ബിഭ്രാണേ ത്വയി ജുക്ഷുഭേ ത്രിഭുവനീഭാവായ മയാ സ്വയം മയാദഖലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതുസ്തസ്യാഹ സഹായക്രിയാം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതൗ ഈക്ഷാം ശുശ്രൂഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാദഃ ഖലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവഃ അപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാഹ സഹായക്രിയാം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഏവം ദ്വിപരാർത്ഥകാല വിഗതൗ ച ത്വയി ശുശ്രൂഷാത്മികാം ഈക്ഷാം ബിഭ്രാണേ സതി ത്രിഭുവനീഭാവായ മായാ സ്വയം ചുക്ഷുഭേ മായാദഃ ഖലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവഃ അഭിജ പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ തസ്യാഹ സഹായക്രിയാം വിദധുഹു. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഈ സ്ഥിതിയിൽ 2 പരാർദ്ധകാലം കഴിഞ്ഞു സൃഷ്ടികർമ്മം നടത്താനുള്ള ആഗ്രഹത്താൽ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കെ 3 ലോകങ്ങളുടെയും മൂലകാരണമായ മായാശക്തി സ്വയം അങ്ങയിൽ നിന്നും പുറത്തു വന്നു. ആ മായയിൽ നിന്നും ഉളവായ കാലം, സമസ്ത കർമ്മങ്ങൾ, സ്വഭാവം എന്നീ ശക്തികൾ സ്വയം പ്രകാശം ചൊരിഞ്ഞു വളരുകയും മായയെ സഹായിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതാകുന്നു ഈ ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.